കേരളത്തിലെ സാഹചര്യത്തിൽ ബി ജെ പിയെ ഫലത്തിൽ ശക്തിപ്പെടുത്താനാണോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് സംശയം തോന്നുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ സവിശേഷത. അതുമാത്രമല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ലീഗും ബി ജെ പിയും എങ്ങനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൈമാറി എന്നതിൻ്റെ ഒരുപാട് വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് പുറകിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ പത്രസമ്മേളനം നടക്കുന്ന ജില്ലയിൽ ബി ജെ പിക്ക് ഒരു നിയമസഭാംഗം ഉണ്ടായിരുന്നു. ആ നിയമസഭാംഗം എങ്ങനെയാണ് ബി ജെ പിക്ക് ഉണ്ടായത്? ആ സീറ്റിലെ UDF-ന്റെ വോട്ട് ചോർന്ന് ബി ജെ പിക്ക് എത്തിയത് കൊണ്ടാണ് ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ആദ്യമായിട്ട് രംഗം ഉണ്ടായത്. CPIM പ്രഖ്യാപിച്ചു, അന്ന് LDF-നെ നയിച്ച പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, ആ അക്കൗണ്ട് ഞങ്ങൾ ഇത്തവണ പൂട്ടിക്കും. നിയമത്തെ അത് പൂട്ടിച്ചു. അപ്പോൾ കോൺഗ്രസിനും അതിനകത്തൊരു നിലപാടെടുക്കേണ്ടി വന്നു. കോൺഗ്രസും UDF-ഉം അവരുടെ വോട്ട് പിടിച്ചു, CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ വോട്ട് പിടിച്ചു, LDF അവിടെ ജയിച്ചു. ഇല്ലേ? നിയമത്തെ കണ്ടതാണ്. ഇപ്പം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു സീറ്റുണ്ട്. എവിടെയാണ് ബി ജെ പി ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ജയിച്ചത്? കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ജയിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് അതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടിൽ 80,000-ലധികം വോട്ട് അവർക്ക് കുറഞ്ഞു. തൃശ്ശൂർ മണ്ഡലത്തിൽ 74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യമാണ്. അപ്പോഴാണ് വസ്തുതാവിരുദ്ധമായതെന്തും വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത കേരളത്തിലെ UDF-ന്റെ ചില നേതാക്കന്മാർ CPM-ഉം ബി ജെ പിയും തമ്മിൽ അന്തർധാരയാണ് എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ കണക്ക് കൂട്ടാൻ അറിയാവുന്ന കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും എങ്ങനെയാണ് അസംബ്ലിയിലും പാർലമെന്റിലും ബി ജെ പിക്ക് കോൺഗ്രസും UDF-ഉം മുസ്ലിം ലീഗും കേരളത്തിൽ സീറ്റുണ്ടാക്കി കൊടുത്തത്. അത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ആവശ്യം പോലെ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം യോജിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാകാനും മുനിസിപ്പൽ ചെയർമാനാകാനും ഒക്കെയുള്ള ഇടപാടുകൾ എത്രയൊക്കെ നടന്നു, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. ഗോവിന്ദൻ മാഷ് പലതവണ ഞങ്ങളുടെ മുമ്പിൽ അത് വിവരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരു ആഖ്യാനം നടത്താൻ വളരെ ആസൂത്രിതമായൊരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ കൺമുമ്പിലാണ് ഈ ബി ജെ പിക്ക് പാർലമെന്റ് രംഗത്ത് ജയിപ്പിച്ചു കൊടുത്തത്. CPM ആണോ ജയിപ്പിച്ചു കൊടുത്തത്? ആ തൃശ്ശൂർ മണ്ഡലത്തിൽ തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 16,000 വോട്ട് കൂടുതലാണ് CPI സ്ഥാനാർത്ഥിക്കുള്ളത്, LDF-ന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞ കണക്ക്? ശരിയാണല്ലോ. അവിടെ കോൺഗ്രസിന് കുറഞ്ഞ വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമായത്. അപ്പോൾ ആർക്കാ മൃദുഹിന്ദുത്വം ഉള്ളത്? ഞങ്ങളെ മൃദുഹിന്ദുത്വം ആരോപിക്കുന്നവർക്ക് ദൃഢഹിന്ദുത്വമാണുള്ളത്. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് മൃദുഹിന്ദുത്വം ഉണ്ടെന്ന് ആരോപിക്കുന്നവർ ഹിന്ദുത്വയുടെ രാഷ്ട്രീയ പ്രതിനിധികളെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ജയിപ്പിച്ചു വിടുകയാണ്. അതാണ് യാഥാർത്ഥ്യം.